മറ്റു വാർത്തകൾ കൂടി വേഗത്തിൽ നോക്കാം. നടി ആക്രമിച്ച കേസിലെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ റിമാൻഡിലായ പ്രദീപ് കുമാറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട പോലീസ് ഇന്ന് ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകും. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പ്രദീപ് കുമാറിനെ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും. മറ്റൊരു വാർത്തയിലേക്കാണ്. നിലമ്പൂരിൽ പ്രളയ ദുരിതാശ്വാസ സാധനങ്ങൾ കെട്ടിടത്തിനുള്ളിൽ കൂട്ടിവച്ച നിലയിൽ. വയനാട് എം പി രാഹുൽ ഗാന്ധി വിതരണം ചെയ്യാൻ നൽകിയ ഭക്ഷ്യക്കിറ്റുകളും തുണികളും കൂട്ടത്തിലുണ്ട്. ഭക്ഷ്യസാധനങ്ങൾ ഉപയോഗശൂന്യമായ നിലയിലാണ്. കോൺഗ്രസ് പൂഴ്ത്തിവെച്ചതാണ് എന്നാരോപിച്ച് ഡിവൈഎഫ്ഐ ഇവിടേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. അരി, ഭക്ഷ്യധാന്യങ്ങൾ, പലവ്യഞ്ജനങ്ങൾ, തുണികൾ തുടങ്ങി നിരവധി സാധനങ്ങളാണ് നിലമ്പൂരിലെ കടമുറിക്കുള്ളിൽ കണ്ടെത്തിയത്. പൂട്ടിക്കിടന്ന മുറി വാടകയ്ക്ക് നൽകാൻ ഉടമസ്ഥർ തുറന്നപ്പോഴാണ് ഇവ കുന്നുകൂടി കിടക്കുന്നത് പുറം ലോകമറിഞ്ഞത്. വയനാട് എം പി എന്ന് രേഖപ്പെടുത്തിയ കിറ്റുകൾ ഇതിലുണ്ട്. ഇവ പ്രളയസമയത്ത് മണ്ഡലത്തിൽ വിതരണം ചെയ്യാൻ രാഹുൽ ഗാന്ധി നൽകിയതാണെന്നാണ് കരുതുന്നത്. കേരള തമിഴ്നാട് ഫ്ലഡ് റിലീഫ് എന്നെഴുതിയ കിറ്റുകളും ഇക്കൂട്ടത്തിലുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗശൂന്യമായ നിലയിലാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാത്രി വൈകിയും ഇവിടേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. നിലമ്പൂരിലെ കോൺഗ്രസിനെ ഏൽപ്പിച്ച ഭക്ഷ്യവസ്തുക്കൾ പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് നൽകാതെ അവരുടെ വയറ്റത്തടിച്ച് ഇവിടെ പൂഴ്ത്തിവെച്ച് ഇങ്ങനെ ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ പുഴുവരിച്ച രീതിയിൽ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിന് രാഹുൽ ഗാന്ധി അടക്കം നിലമ്പൂരിലെ കോൺഗ്രസും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറഞ്ഞേ മതിയാകൂ, അവരോട് മാപ്പ് പറഞ്ഞേ മതിയാകൂ. ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് കെട്ടിടമുടമ. ഇങ്ങനെ സാധനങ്ങൾ കൂടിക്കിടക്കുന്നത് അറിയില്ല എന്നായിരുന്നു ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ന്യൂസ് 18 മലപ്പുറം. എന്തൊരു കഷ്ടമാണ്. ആരൊക്കെയോ കഴിക്കേണ്ട സാധനങ്ങളാണ്. നല്ല ഉത്തരവാദിത്തം. പ്രതിരോധ പ്രവർത്തനങ്ങളിലൂന്നി കോവിഡ് പ്രോട്ടോകോൾ പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് മലയാളി ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം ICMR-ന് റിപ്പോർട്ട് നൽകി. ISRO സീനിയർ ശാസ്ത്രജ്ഞനായ സജി കെ സാമിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. വൈറ്റമിനും ഹോർമോണിനും പ്രാധാന്യം നൽകിയുള്ള ചികിത്സാ രീതിയാണ് പ്രോട്ടോകോൾ നിർദ്ദേശിക്കുന്നത്. ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ പരീക്ഷിച്ചു വിജയിച്ച രീതി എന്ന നിലയിലാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിലൂന്നിയ ചികിത്സാ പ്രോട്ടോകോൾ തയ്യാറാക്കിയത്. ആന്റിവൈറൽ പ്രവർത്തനം ഊർജിതപ്പെടുത്തുക, പ്രതിരോധശേഷിയുടെ ശരിയായ മോഡുലേഷൻ നടത്തുക, മരണത്തിലേക്ക് നയിക്കുന്ന സൈറ്റോകിൻ സ്റ്റോം തടയുക എന്നിവയാണ് പ്രോട്ടോകോളിന്റെ അടിസ്ഥാനം. തിരുവനന്തപുരം ISRO സീനിയർ ശാസ്ത്രജ്ഞനായ സജി കെ സാമാണ് പ്രോട്ടോകോൾ തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത്. നമുക്ക് വേണ്ട രീതിയിൽ ഇമ്മ്യൂണിറ്റിയെ മോഡുലേറ്റ് ചെയ്യാനായിട്ട് വൈറ്റമിൻ D3 പറ്റും. ഇത് മാത്രമല്ല, ഇത് ഹൈ ലെവലിൽ ഇതൊരു ആൻറ്റി വൈറലാണ്. പിന്നെ മരണകാരണമാകുന്ന സൈറ്റോകിൻ സ്റ്റോമിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ വൈറ്റമിൻ D3 കഴിയുന്നുണ്ട്. ഇത് കൂടാതെ വൈറ്റമിൻ സിയും വളരെ ഉയർന്ന അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ആൻറ്റി വൈറലാണ്, ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ബാക്ടീരിയലാണ്. ഇത് ഒരുപാട് പേരെ നല്ല രീതിയിൽ ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ICMR പരിഗണനയ്ക്ക് പ്രോട്ടോകോൾ സമർപ്പിച്ചു. ലോകമെമ്പാടും നടന്ന 25ഓളം പഠന റിപ്പോർട്ടുകളും നിരവധി ചികിത്സാ കേസുകളും നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആരോഗ്യ വിദഗ്ധരായ ഡോക്ടർ ലളിത് കുമാർ, ഡോക്ടർ ദിഗംബർ നായിക് എന്നിവർ അടക്കമുള്ളവരാണ് പ്രോട്ടോകോൾ തയ്യാറാക്കിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകൾ കൂടി നോക്കുന്നു. ചെറിയൊരു ചുമ ഉണ്ടല്ലോ, അതുകൊണ്ട് KSRTCയുടെ ഓർഡിനറി സർവീസുകളിൽ ഇനി മുതൽ സീറ്റ് റിസർവേഷന് സൗകര്യം. രാവിലെയും വൈകിട്ടും ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ഥിരം യാത്രക്കാർക്ക് ഉപകാരപ്രദമാകും വിധമാണ് ക്രമീകരണം. 5 രൂപയാണ് ബുക്കിംഗ് നിരക്ക്. തുക കണ്ടക്ടർക്ക് നൽകി സീറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനാണ് സൗകര്യമൊരുക്കുന്നത്. പലർക്കും രാവിലെയുള്ള യാത്രയിൽ ബസ്സിൽ സീറ്റ് ലഭിക്കാറുണ്ടെങ്കിലും വൈകുന്നേരമുള്ള മടക്കയാത്രയിൽ സീറ്റ് ലഭിക്കാറില്ല. ഇത്തരക്കാരെ ലക്ഷ്യമിട്ടാണ് പുതിയ ക്രമീകരണം. രാവിലെ യാത്ര കയറുമ്പോൾ തന്നെ 5 രൂപ വിലയുള്ള ടിക്കറ്റ് കൂപ്പണുകൾ കണ്ടക്ടർമാരിൽ നിന്നും വാങ്ങാം. മടക്കയാത്രയ്ക്ക് ബസ്സിൽ കയറിയാൽ ഈ കൂപ്പൺ ഉപയോഗിച്ച ബുക്ക് ചെയ്ത സീറ്റിൽ യാത്രക്കാരനിരിക്കാം. മുൻഗണനാ കൂപ്പണുകളിൽ തീയതി, സീറ്റ് നമ്പർ, പുറപ്പെടുന്ന സമയം, ബസ് പുറപ്പെടുന്ന സ്ഥലം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കും. എന്നാൽ ദിവസം ഒരു ബസ്സിൽ 30-ൽ കൂടുതൽ കൂപ്പണുകൾ നൽകില്ല. ശേഷിക്കുന്ന സീറ്റുകൾ റിസർവേഷൻ കൂപ്പണില്ലാത്ത യാത്രക്കാർക്കായി മാറ്റിവെക്കും. ഒരേ ബസ്സിലെ മുഴുവൻ സീറ്റുകളും മുൻഗണനാ കൂപ്പൺ പ്രകാരം യാത്രക്കാർ ആവശ്യപ്പെട്ടാൽ ആ ഷെഡ്യൂളിൽ അതേ റൂട്ടിൽ പകരം മറ്റു ബസ് സർവീസ് കൂടി നടത്തുമെന്നും KSRTC മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനിയും നോക്കാനുണ്ട് ദേശീയ വാർത്തകൾ, തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക്.
ബീഹാറിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. എൻഡിഎയും മഹാസഖ്യവും സ്പീക്കർ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ബിജെപിയുടെ മുതിർന്ന നേതാവ് വിജയ് കുമാർ സിൻഹയാണ് എൻഡിഎ സ്ഥാനാർത്ഥി. മഹാസഖ്യത്തിനായി ആർജെഡിയുടെ അവാദ് ബിഹാരി ചൌധരിയാണ് മത്സരിക്കുന്നത്. 243 അംഗ നിയമസഭയിൽ 125 എംഎൽഎമാരുള്ള എൻഡിഎക്ക് വിജയം ഉറപ്പാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ബഹ്റൈൻ സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇന്ധനവില വീണ്ടും ഉയരുന്നു. അന്താരാഷ്ട്ര വിപണിയിലെ വില ഉയരുന്ന സാഹചര്യത്തിലാണ് വർധന. ഒരാഴ്ചയ്ക്കിടെ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 1 രൂപയിലധികം വില വർദ്ധിച്ചു. വില വീണ്ടും ഉയർന്നേക്കുമെന്നാണ് സൂചന. മുൻ മുഖ്യമന്ത്രിമാരായ ഫറൂഖ് അബ്ദുള്ളയും ഒമർ അബ്ദുള്ളയും സർക്കാർ ഭൂമി കയ്യേറിയെന്ന ആരോപണവുമായി ജമ്മു കശ്മീർ ഭരണകൂടം. ഇരുവരുടെയും വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കയ്യേറിയതാണെന്നാണ് റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട്. 10 കോടി രൂപയിലധികം വിലമതിക്കുന്ന ഭൂമി കയ്യേറിയെന്നാണ് ആക്ഷേപം. എന്നാൽ നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്ന് നാഷണൽ കോൺഫറൻസ് നേതാക്കൾ പ്രതികരിച്ചു. തിരികെ ഗോവയിലേക്കും ലല്ലുവിലേക്കും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. നാട്ടിലെങ്ങും വോട്ടെങ്കം. കോഴിക്കോട് വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളെ ചൊല്ലി മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരനും തമ്മിലുള്ള ഭിന്നത മറനീക്കുന്നു. RMP സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന കോൺഗ്രസ് വിമതനെ മുല്ലപ്പള്ളി പിന്തുണയ്ക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കം. വടകരയിൽ പ്രചാരണത്തിന് പോകേണ്ടതില്ലെന്നാണ് കെ മുരളീധരന്റെ തീരുമാനം. UDFും RMPയും ചേർന്നുള്ള ജനകീയ മുന്നണിയുടെ പ്രതിനിധി സുഗതനാണ് വടകര ബ്ലോക്ക് പഞ്ചായത്ത് കല്ലാമല ഡിവിഷനിൽ സ്ഥാനാർത്ഥി. സുഗതൻ RMP ഏരിയ കമ്മിറ്റി അംഗമാണ്. കോൺഗ്രസ് വിമതനായ ജയകുമാറും മത്സര രംഗത്തുണ്ട്. ജയകുമാറിന് കൈപ്പത്തി ചിഹ്നം അനുവദിച്ചതിന് പിന്നിൽ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനാണെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ആരോപിച്ചിരുന്നു. ജയകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ തുടക്കത്തിലെ കെ മുരളീധരൻ രംഗത്തു വരികയുണ്ടായി. മുല്ലപ്പള്ളി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയ സാഹചര്യത്തിൽ വടകരയിൽ പ്രചാരണത്തിനില്ലെന്നാണ് കെ മുരളീധരന്റെ നിലപാടെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും മുരളീധരൻ പങ്കെടുത്തില്ല. കല്ലാമല ഡിവിഷനിലാണ് മുല്ലപ്പള്ളിയുടെ വീട്. മുല്ലപ്പള്ളി അറിയാതെ ജയകുമാർ ഈ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാകില്ലെന്നാണ് കെ മുരളീധരൻ പക്ഷത്തിന്റെ നിലപാട്. ഇനിയെല്ലാം KPCC തീരുമാനിക്കട്ടെ എന്ന് കെ മുരളീധരൻ. അതേസമയം ഒറ്റക്കെട്ടായി RMP സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കാനാണ് UDF ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. ഒഞ്ചിയം, ഏറാമല, അഴിയൂർ, ചോറോട് പഞ്ചായത്തുകളിലും വടകര നഗരസഭയിലും ജനകീയ മുന്നണി മത്സരിക്കുന്നുണ്ട്. വിമതനെ പിന്തുണയ്ക്കുന്ന നിലപാടിനെതിരെ മുസ്ലിം ലീഗിലും മുല്ലപ്പള്ളിക്കെതിരെ അതൃപ്തി പുകയുന്നുണ്ട്. S വിനേഷ് കുമാർ, News 18, കോഴിക്കോട്. നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞ ആ സ്റ്റോറിയിലേക്കാണ്. തെരഞ്ഞെടുപ്പ് ഏതായാലും ഒരാൾ ജയിക്കും. അങ്ങനെയെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയെ വരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരാളുണ്ട് അടൂർ കടമ്പനാട്ടിൽ. ആരാണ് അത് നോക്കാം. അടൂരിലെ സ്ഥാനാർത്ഥി വിശേഷത്തിലേക്കാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ കഥയിലെ നായകൻ നരേന്ദ്രൻ. പ്രായം 94 വയസ്സ്. 1963 അടൂർ കടമ്പനാട് ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എതിരാളികളുടെ വോട്ടുകൾ വരെ നേടി വിജയിച്ച നരേന്ദ്രൻ ആകെ പോൾ ചെയ്ത 1502 വോട്ടിൽ 1501 സ്വന്തമാക്കിയായിരുന്നു ഇദ്ദേഹത്തിന്റെ മിന്നുന്ന പ്രകടനം. അന്ന് പ്രായം 25 വയസ്സ്. അന്നത്തെ സംഭവങ്ങൾ വാർദ്ധക്യത്തിന്റെ അവശതയിലും ഇന്നും സുഖമുള്ള ഓർമ്മകളായി അവശേഷിക്കുന്നു. ആദ്യത്തെ വോട്ടെന്ന് പറയുന്നത് 1502 വോട്ട് ഓടിയത് 1501 വോട്ട് എനിക്ക് 1502 വോട്ട് ഓടിയതിൽ 1001 തീർന്നില്ല. 32 വർഷത്തെ പൊതുജീവിതത്തിനിടയിൽ 22 വർഷവും തുടർച്ചയായി കടമ്പനാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു. സജീവ കോൺഗ്രസ് പ്രവർത്തകനായിട്ടും തെരഞ്ഞെടുപ്പുകളിൽ ഒരിക്കൽ പോലും
പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടില്ല എന്ന പ്രത്യേകതയും നരേന്ദ്രനുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ പോയിട്ടാ, പക്ഷെ ചിഹ്നം എൻ്റെ ആന ഇല്ല. തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പിലും ഉപയോഗിച്ചില്ല. അന്ന് ആദ്യം വേണമെങ്കിൽ മുഖം വെച്ച കാളയായിരുന്നു, പിന്നെ കൈപ്പത്തിയ 2 പ്രാവശ്യവും ഞാൻ 3 പ്രാവശ്യവും ഞാൻ ആനച്ചില്ല. രാഷ്ട്രീയത്തിലും പൊതുരംഗത്തും സത്യസന്ധതയും ആത്മാർത്ഥതയും വേണമെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം. എതിർ സ്ഥാനത്തിലെ ഒരോട്ട് എനിക്കായിരുന്നു. 4 പേരുള്ളതിൽ ഒരാളോട് കിട്ടിയിട്ടായിരുന്നു. 1995 ജനസേവന രംഗത്ത് നിന്ന് പിന്മാറിയെങ്കിലും പുതിയ രാഷ്ട്രീയ രീതികളോടും പ്രവർത്തനങ്ങളോടും പൂർണ്ണ വിയോജിപ്പാണ് ഇദ്ദേഹത്തിന്. ന്യൂസ് 18 പത്തനംതിട്ട. ഏതായാലും അത്തരം ചില മനുഷ്യർ കൂടി ഉണ്ടായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് അംഗങ്ങളിലും. മറ്റ് വാർത്തകളിലേക്ക് കൂടിയും. പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി 25-ാം വാർഡിലെ സ്ഥാനാർത്ഥി വിറകുകയറ്റ് തൊഴിലാളിയായ PC ബാബു തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിലാണ്. തൻ്റെ ജോലിക്കിടയിലെ ഇടവേളകൾ വിശ്രമത്തിനായി ചെലവഴിക്കാതെ വോട്ടർമാരെ നേരിൽ കണ്ട് ഓരോ വോട്ട് ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് ഈ LDF സ്ഥാനാർത്ഥി. പെരുമ്പാവൂർ മേഖലയിലെ വിറകലോട് തൊഴിലാളി യൂണിയൻ CITU അംഗമാണ് മുളങ്കുഴി പാത്തിക്കൽ വീട്ടിൽ ബാബു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന തൊഴിലാളി നേതാവ്. കാലങ്ങളായി UDF ജയിക്കുന്ന വാർഡിലാണ് ബാബുവിന്റെ പോരാട്ടം. കഴിഞ്ഞ തവണ LDF 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട വാർഡ് കൂടിയാണിത്. UDFന് ശക്തമായ വേരോട്ടമുള്ള വാർഡിൽ ഇത്തവണ ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് ബാബു. വിറകുകയറ്റ് ജോലിക്കിടയിലെ ഇടവേളകളിലാണ് ബാബു വോട്ടർമാരെ കാണുന്നതും വോട്ട് ചോദിക്കുന്നതും. എൻ്റെ ജോലി സ്വാമിൽ മേഖലയിലെ വിറക് ലോഡിംഗാണ്. ഞാൻ 25 വയസ്സ് മുതൽ ഈ ജോലിയിൽ വ്യാപൃതനാണ്. പഠിത്തം കഴിഞ്ഞിട്ട് പിന്നീട് മറ്റു തൊഴിലൊന്നും കിട്ടാത്ത അവസരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു തൊഴിൽ എനിക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ ഞാൻ വിറക് ലോഡിംഗ് CITU എന്ന യൂണിയനിൽ പങ്കെടുക്കുകയും അതിൻ്റെ തൊഴിലാളിയായി കഴിഞ്ഞ 31 വർഷക്കാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നിട്ടുന്ന വരുമാനമാണ് എൻ്റെ കുടുംബം നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. തൊഴിൽ കഴിഞ്ഞുള്ള ബാക്കി സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ വോട്ട് ചോദിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സിന്ധു ജയകൃഷ്ണനാണ് UDF സ്ഥാനാർത്ഥി. UDFന് ആധിപത്യമുള്ള വാർഡായതിനാൽ ഏറെ വിജയപ്രതീക്ഷയിലാണ് സിന്ധു. ന്യൂസ് 18 കോതമംഗലം. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ശേഷം 15 വർഷങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരായി തുടർന്നവരുടെ കഥയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇടുക്കിയിലെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന് പറയാനുള്ളത് ഈ കഥയാണ്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പഞ്ചായത്ത് ഭരണസമിതിയിലെ 5 പേരിൽ ഒരാൾ മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. 92-കാരനായ നെടുങ്കണ്ടം താന്നിമൂട് പള്ളിപ്പുറത്ത് KRG ഉണ്ണിത്താൻ. അദ്ദേഹം ആ പഴയ ഭരണകാലഘട്ടം ഓർക്കുകയാണ്. KRG എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന KR ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താന്റെ ഓർമ്മകൾക്ക് എന്നും നിറം പകരുന്നതാണ് പഞ്ചായത്ത് മെമ്പറായിരുന്ന ആ പഴയ കാലഘട്ടം. 1955 പട്ടം താണുപിള്ള ഇടുക്കി ജില്ലയുടെ കിഴക്കൻ മലനിരകളിലെ വനപ്രദേശം വെട്ടിത്തെളിച്ച് കർഷകരെ കൃഷി ചെയ്യാൻ അനുവദിച്ചത്. അങ്ങനെയാണ് ഹൈറേഞ്ചിലെ പ്രശസ്തമായ പട്ടം കോളനി രൂപപ്പെടുന്നത്. KRG 1964 ജനുവരി 1 ഉടുമ്പൻചോല പഞ്ചായത്തിൽ 8-ാം വാർഡിൽ നിന്ന് കുതിര ചിഹ്നത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചു. ജയം 6 വോട്ടിനാണെങ്കിലും തുടർന്നുള്ള കാലയളവിലും തെരഞ്ഞെടുപ്പില്ലാതെ അംഗമായി തുടരാനായിരുന്നു നിയോഗം. ഉടുമ്പൻചോല പഞ്ചായത്തിന്റെ ഭാഗമായിരുന്നു ഇപ്പോഴത്തെ നെടുങ്കണ്ടം പഞ്ചായത്ത്. 1967 നെടുങ്കണ്ടം ആസ്ഥാനമാക്കി പഞ്ചായത്ത് ട്രഷറി, രജിസ്റ്റർ ഓഫീസ് എന്നിവ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ MP PK വാസുദേവൻ നായർ, MLA KT ജേക്കബ് എന്നിവർക്കും മന്ത്രിക്കും നിവേദനം നൽകി. ഇതേ തുടർന്ന് 1968 ഉടുമ്പൻചോല പഞ്ചായത്ത് വിഭജിച്ച് നെടുങ്കണ്ടം പഞ്ചായത്തിന് രൂപം നൽകി. പഞ്ചായത്തിന്റെ 1-ാം വാർഡാവുന്ന നെടുങ്കണ്ടം ഇതിന്റെ വിസ്തൃതി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധത്തിൽ അന്നത്തെ പഞ്ചായത്ത് മന്ത്രി പറഞ്ഞത് കേരളത്തിൽ ഒരു പഞ്ചായത്ത് വിഭജിക്കുകയാണെങ്കിൽ അത് ഉടുമ്പൻചോല പഞ്ചായത്തായിരിക്കും എന്ന് അത് ഇപ്പോഴും എൻ്റെ മനസ്സിലിരിക്കുക. അതുപോലെ തന്നെ സംഭവിച്ചു. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 5 പഞ്ചായത്ത് അംഗങ്ങളെ നെടുങ്കണ്ടം പഞ്ചായത്ത് അംഗങ്ങളാക്കി സർക്കാർ ഉത്തരവിറക്കി. ഉടുമ്പൻചോല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന AL ലാസർ നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റായി. മറ്റു മെമ്പർമാർ KJ തോമസ്, മുഹമ്മദ് ഗോവിന്ദൻ ചെട്ടിയാർ എന്നിവരായിരുന്നു. 1968 മുതൽ 1979 വരെ ഈ വാർഡ് മെമ്പർമാരാണ് പഞ്ചായത്ത് ഭരിച്ചത്. അങ്ങനെ 1964 വിജയിച്ച മെമ്പർമാർ 15 വർഷം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാതെ കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഭരണസമിതിയുടെ ഭാഗമായി. നെടുങ്കണ്ടം പഞ്ചായത്ത് ഉണ്ടായിട്ട് പിന്നീട് ഈ ഓരോ വർഷവും അതിൻ്റെ രീതിയിലാകുമ്പോൾ
ഇത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ 6 മാസത്തേക്കൂടെ നീട്ടിയത്. 6 മാസത്തേക്ക്, അത് 1 കൊല്ലത്തേക്കോ 6 മാസത്തേക്കോ, അങ്ങനെ 6 മാസം നീട്ടുക. അതന്ന് ഉടുമ്പൻചോല പഞ്ചായത്ത് ആയിരിക്കുമ്പോൾ ഉല്ലാസർ അവിടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ സർക്കാർ നോമിനേറ്റ് ചെയ്തപ്പോൾ ആ വൈസ് പ്രസിഡന്റിനെ ഇവിടുത്തെ പ്രസിഡൻ്റാക്കി. ഞങ്ങളെ 4 മെമ്പർമാരി ഇങ്ങോട്ട് മാറ്റി. അങ്ങനെയാണ് പഞ്ചായത്ത് വിഭജിച്ചെടുത്തത്. 1979 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തി മറ്റൊരു സമിതി ഭരണം ഏറ്റെടുത്തത്. ഇക്കാലം അത്രയും സർക്കാരിന്റെ പ്രത്യേക ഉത്തരവിലൂടെ മെമ്പർമാരുടെ കാലാവധി നീട്ടി നൽകി. ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികളിലൊന്നും KGR ഉണ്ണിത്താന് താൽപ്പര്യമില്ല. ജനങ്ങൾക്കൊപ്പമാണ് ഇന്നും യുവത്വം കൈവിടാത്ത ഇദ്ദേഹത്തിന്റെ മനസ്സ്. ന്യൂസ് 18 ഇടുക്കി. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ കുറെ കൂടി വ്യത്യസ്തമുള്ള മനുഷ്യർ കാണേണ്ട ഇടങ്ങൾ, കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. പോസിറ്റീവ് വാർത്തകൾ എല്ലാമായി നമ്മൾ തിരിച്ചെത്തും. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ്